ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ തിരുവാതിരയുടെ ആശംസകൾ നേരാണ് കേട്ടോ. നമുക്കൊരു കഥ പറയാം. എറണാകുളം ജില്ലയിലുള്ള തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥയാണ് പറയാനായിട്ട് പോകുന്നത്. അകവൂർ മനയിലെ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം എല്ലാ ദിവസവും മഹാദേവനെ, അദ്ദേഹം വലിയൊരു ശിവഭക്തനാണ്, മഹാദേവനെ കുളിച്ചു തൊഴും. തൃശ്ശൂർ ജില്ലയിലുള്ള ഐരാണിക്കുളം ക്ഷേത്രത്തിലാണ് അദ്ദേഹം കുളിച്ചു തൊഴാനായിട്ട് വരിക. അങ്ങനെ എപ്പോഴും എല്ലാ ദിവസവും കുളിച്ചു തൊഴുമ്പോൾ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം വാർദ്ധക്യ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇദ്ദേഹം നേരിടാനായിട്ട് തുടങ്ങി. അപ്പോൾ തൻ്റെ കുളിച്ചു തൊഴൽ മുടങ്ങുമോ എന്നുള്ളൊരു ആദ്യമൊക്കെ ഇദ്ദേഹത്തിന് വന്നിട്ട് മഹാദേവന്റെ അടുത്ത് തന്നെ പ്രാർത്ഥിച്ചു കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം കുളിച്ചു തൊഴുതു വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഓലക്കുട കീഴിലെ മഹാദേവനും കൂടെ പോന്നു എന്നാണ് ഐതിഹ്യം. അങ്ങനെ വന്നിട്ട് കുടികൊണ്ട ഒരു ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലുള്ള തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം എന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത, ശ്രീ പാർവതീ ദേവിയുമുണ്ട്, അതേപോലെ തന്നെ സതീദേവിയുടെയും പ്രതിഷ്ഠയുണ്ട്. പാർവതീ ദേവിയുടെ ശ്രീകോവിലെ തുറക്കുന്നത് വർഷത്തിലെ 12 ദിവസം മാത്രമാണ്. ഈ ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസമാണ് നട തുറന്നിരിക്കുക. അതിനു പുറകിലും ഒരു കഥയുണ്ട് കേട്ടോ. മുൻപ് എല്ലാ ദിവസവും നട തുറന്നിരുന്നു. അപ്പം ആ സമയത്തൊക്കെ മഹാദേവനെ നിവേദ്യം തയ്യാറാക്കിയിരുന്നത് പാർവതീ ദേവിയായിരുന്നു. ആ സമയത്ത് തിടപ്പള്ളിയിലേക്കൊന്നും ആർക്കും പ്രവേശനമില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം തിടപ്പള്ളിക്കകത്ത് എന്താണ് നടക്കുന്നത് ആ ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് നമ്പൂതിരി അകത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള പാർവതീ ദേവീനെയാണ് കണ്ടത്. നിവേദ്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പാർവതീ ദേവീനെ. അങ്ങോട്ട് നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് പാർവതീ ദേവീനെ കണ്ടപ്പോൾ ഇദ്ദേഹം ഭക്തി പാരവശ്യത്താല് അമ്മേ ദേവി ജഗദംബികെ സർവേശ്വരി എന്നങ്ങോട്ട് ഉറക്കെ അങ്ങോട്ട് വിളിച്ചു. അത് പാർവതീ ദേവി കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാനിനി ഇവിടെ കുടികൊള്ളില്ല, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം മാപ്പ് അപേക്ഷിക്കുകയാണ് ചെയ്തത്. വേറെയും ഭക്തജനങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ദേവി ഇവിടെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് അപേക്ഷിച്ചു. അപ്പോൾ ആ അപേക്ഷ കേട്ടപ്പോൾ ദേവി പറഞ്ഞു, ശരി, ഞാൻ അങ്ങനെ ചെയ്തോളാം, പക്ഷെ വർഷത്തിൽ 12 ദിവസം മാത്രമേ ഞാൻ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ഈ 12 ദിവസം. ധനുമാസത്തിലെ തിരുവാതിര മുതലേ 12 ദിവസമാണ് ശ്രീ പാർവതീ ദേവിയുടെ നട തുറക്കുന്നത്. അത് വലിയൊരു ആഘോഷമായിട്ട്, നട തുറപ്പ് ആഘോഷമായിട്ട് മഹോത്സവമായിട്ട് നടത്തുക. കൂടുതലും സ്ത്രീ ഭക്തജനങ്ങളാണ് കേട്ടോ തൊഴാനായിട്ട് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മംഗല്യ സിദ്ധിക്ക്, അതുപോലെ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും എന്നാണ് വിശ്വാസം. അങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം പാർവതീ ദേവി കനിഞ്ഞി നൽകും എന്നുള്ള ഒരു വിശ്വാസം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉമാമഹേശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും തിരുവാതിരയുടെ ആശംസകൾ നേരാണ് കേട്ടോ.